ഞാൻ ഒരു വാക്കബദ്ധം എടുത്ത് പറ്റി. എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞു സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പരിഭാഷ എന്ന് പറഞ്ഞു, ഫത്ഹുൽ മുഈന്റെ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പരിഭാഷ. അപ്പൊ മൂപ്പര് വെല്ലുവിളിക്ക, പാച്ച കള്ളം, സൈനുദ്ദീൻ മഖ്ദൂമി ഫത്ഹുൽ മുഈന്റെ പരിഭാഷ എഴുതിയിട്ടേയില്ല. ഞാൻ ഉദ്ദേശിച്ചത് എന്താ, സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഫത്ഹുൽ മുഈനിന് എഴുതിയ പരിഭാഷ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് പറഞ്ഞപ്പോ എന്തായി, സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പരിഭാഷ എന്നായി. ഇതിപ്പോ ആർക്കും മനസ്സിലാവും. വാക്കബദ്ധം എല്ലാവർക്കും സംഭവിക്കൂലേ? ഇങ്ങനെ വാക്കിൽ പറഞ്ഞ് വാക്ക് പിടിച്ചിട്ട് ന്യായീകരിക്കാൻ നിന്നാൽ പേരോടിന്റെ എന്തൊക്കെ വാക്കുകളെ ഞാൻ ന്യായീകരിക്കേണ്ടി വരും. ശ്രദ്ധിച്ചോളൂ, 1-2 സാമ്പിളിന്. കാന്തപുര ഉസ്താദ് ഇബ്ലീസാണ് ഇന്നലെ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. കാന്തപുര ഉസ്താദ് ഇബ്ലീസാണ് ഇന്നലെ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. കാന്തപുര ഉസ്താദ് ഇബ്ലീസാണ് ഞാൻ ഇന്നലെ കേൾപ്പിച്ചിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ വാക്കിലൊരു അബദ്ധം പറ്റിയാലാണ് ഞങ്ങൾക്കറിയാം. പക്ഷെ നമ്മളത് എടുത്ത് പറഞ്ഞാലോ? അതുകൊണ്ടാ പറയുന്നത് ഈ വാക്ക് പിടിക്കരുത്. ഞാൻ അടുത്തത് കേട്ടോ. സമസ്തയിലെ മുഴുവൻ ആലിമുകളും മാനസിക ഉയർന്നതിനെ ഇന്നലെ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. സമസ്തയിലെ മുഴുവൻ ആലിമുകളും മാനസിക ഉയർന്നതിനെ ഇന്നലെ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. മുഴുവൻ ആലിമുകളും മാനസിക രോഗികളാണ് ഞാൻ ഇന്നലെ കേൾപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ഈ പറയുന്നത്. വാക്കുമ്മ പിടിക്കരുത്, നിർത്തിക്കോ ആ പടി. ആശയദാരിദ്ര്യം ഉണ്ടാവുമ്പോഴാണ് ഒരു പദപ്രയോഗത്തിൽ പിടിച്ചു തൂങ്ങിയിട്ട് വെല്ലുവിളിക്കുക. അടുത്തത് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് എന്തറിയോ? മൗലവി ഉള്ളാളം തങ്ങളെ ചീത്ത പറയുന്ന ഇൻഷാള്ള ശേഷം ഞാൻ കേൾപ്പിക്കുന്നുണ്ട്. കാന്തപുര ഉസ്താദ് ഇബ്ലീസാണ് ഇന്നലെ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ പലരെ പറ്റിയും പറഞ്ഞു. സമസ്തയിലെ മുഴുവൻ ആലിമുകളും മാനസിക ഉയർന്നതിനെ ഇന്നലെ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പം കേൾപ്പിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? കാന്തപുര ഉസ്താദ് ഇബ്ലീസാന്ന് ഇയാൾ പറഞ്ഞു. സമസ്തയിലെ ആലിമീങ്ങൾ മുഴുവൻ മാനസിക രോഗികളാണ് ഇയാൾ പറഞ്ഞു. അതിനെ സംബന്ധിച്ച് ഞാൻ ആദ്യത്തെ ദിവസം കേൾപ്പിച്ചിട്ട് പിറ്റേ ദിവസം ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞു കാന്തപുരം ഇബ്ലീസാന്ന് പറഞ്ഞ് ഞാൻ ഇന്നലെ കേൾപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സമസ്തയിലെ ആലിമീങ്ങളൊക്കെ മാനസിക രോഗികളാന്ന് പറഞ്ഞ് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. ഇയാൾ എന്ത് ചെയ്യുന്നറിയോ? ഇത് രണ്ടും അയാൾ സദസ്സിനെ കേൾപ്പിച്ചിട്ട്, ഈ സദസ്സിലുള്ള മുജാഹിദീകളാണല്ലോ, പഠിക്കണ്ടവും കേൾക്കണ്ടവും കേൾക്കുകയില്ല, കാണുകയില്ല, സുമ്മും ബുക്കുമെന്നും എന്ന് പറഞ്ഞ ജാതിയാണ്. എന്റെ മൂപ്പര് ഇത് ശരിക്കും ഞാൻ പറയുന്ന എല്ലാവർക്കും കേൾക്കാം. പറഞ്ഞത് അത് മൂപ്പരങ്ങോട്ട് കട്ട് ചെയ്തിട്ട് മൂപ്പര വകയിൽ മൂപ്പര് പറയാണ്, കണ്ടോ കാന്തപുരം ഇബ്ലീസാന്ന് ഇന്നലെ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. പിന്നെ സമസ്തയിലെ ആലിമീങ്ങളൊക്കെ മാനസിക രോഗികളാന്ന് ഇന്നലെ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. പറഞ്ഞെന്നുള്ളത് മൂപ്പരങ്ങ് വിവേക്കില്ല. അയാൾ എന്നെ വെക്കുന്നതും ഞാൻ പറഞ്ഞതൊക്കെ പറഞ്ഞുണ്ട്. വളരെ സ്പീഡിലാണ് ഞാൻ പറഞ്ഞത്. അത് ആർക്കും കേൾക്കാം. ഏറ്റവും മൂപ്പർ അതൻ കാട്ടിട്ട് മൂപ്പര വകയിൽ വേറൊന്ന്. ഇങ്ങനത്തെ ഒരു ഇബ്ലീസിന്റെ പണിയെടുക്കുന്ന ആള് ഒന്ന് കേട്ടോ, ഒന്ന് വെച്ചോട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ട് ആദ്യം കേൾപ്പിക്കും. എന്റെ മൂപ്പര് വേറെ ഒന്ന് കേൾപ്പിച്ചു. അടുത്തത് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് എന്തറിയോ? മൗലവി ഉള്ളാളം തങ്ങളെ ചീത്ത പറയുന്ന ഇൻഷാള്ള ശേഷം ഞാൻ കേൾപ്പിക്കുന്നുണ്ട്. കാന്തപുര ഉസ്താദ് ഇബ്ലീസാണ് ഇന്നലെ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ പലരെ പറ്റിയും പറഞ്ഞു. സമസ്തയിലെ മുഴുവൻ ആലിമുകളും മാനസിക ഉയർന്നതിനെ ഇന്നലെ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. ഉണ്ടോ? സമസ്തയിലെ മുഴുവൻ ആലിമുകൾ മാനസിക രോഗികളാന്ന് പറഞ്ഞ് ഞാൻ ഇന്നലെ കേൾപ്പിച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞു. അതിന് മൂപ്പര് പറയുന്ന കേട്ടോളെ കള് അതേ വല കേൾപ്പിച്ചിട്ട് പറയാണ് ഇയാള്. കാന്തപുര ഉസ്താദ് ഇബ്ലീസാണ് ഞാൻ ഇന്നലെ കേൾപ്പിച്ചിട്ടുണ്ട്. മുഴുവൻ ആലിമുകളും മാനസിക രോഗികളാണ് ഞാൻ ഇന്നലെ കേൾപ്പിച്ചിട്ടുണ്ട്. കേട്ടാ, പറഞ്ഞെന്നുള്ളത് മൂപ്പരം എടുത്തു കഴിഞ്ഞു. മുന്നിന്ന് കക്കുന്ന കളവായിരുന്നു, പിന്നെ പിന്നുള്ള കക്കൽ എങ്ങനെയായിരിക്കും? സുബ്ഹാന ജല്ല ജലാൽ. ഈ കാന്തപുര ഉസ്താദ് ഇബ്ലീസാന്ന് ഇയാൾ പറഞ്ഞു. സമസ്തയിലെ ആലിമീങ്ങൾ മുഴുവൻ മാനസിക രോഗികളാന്ന് ഇയാൾ പറഞ്ഞു. അതിനെ സംബന്ധിച്ച് ഞാൻ ആദ്യത്തെ ദിവസം കേൾപ്പിച്ചിട്ട് പിറ്റേ ദിവസം ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞു കാന്തപുരം ഇബ്ലീസാന്ന് പറഞ്ഞ് ഞാൻ ഇന്നലെ കേൾപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സമസ്തയിലെ ആലിമീങ്ങളൊക്കെ മാനസിക രോഗികളാന്ന് പറഞ്ഞ് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. ഇയാൾ എന്ത് ചെയ്യുന്നറിയോ? ഇത് രണ്ടും അയാൾ സദസ്സിനെ കേൾപ്പിച്ചിട്ട്, ഈ സദസ്സിലുള്ള മുജാഹിദീകളാണല്ലോ, പഠിക്കണ്ടവും കേൾക്കണ്ടവും കേൾക്കുകയില്ല, കാണുകയില്ല, സുമ്മും ബുക്കുമെന്നും എന്ന് പറഞ്ഞ ജാതിയാണ്. എന്റെ മൂപ്പര് ഇത് ശരിക്കും ഞാൻ പറയുന്ന എല്ലാവർക്കും കേൾക്കാം. പറഞ്ഞത് അത് മൂപ്പരങ്ങോട്ട് കട്ട് ചെയ്തിട്ട് മൂപ്പര വകയിൽ മൂപ്പര് പറയാണ്, കണ്ടോ കാന്തപുരം ഇബ്ലീസാന്ന് ഇന്നലെ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. പിന്നെ സമസ്തയിലെ ആലിമീങ്ങളൊക്കെ മാനസിക രോഗികളാന്ന് ഇന്നലെ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. പറഞ്ഞെന്നുള്ളത് മൂപ്പരങ്ങ് വിവേക്കില്ല. അയാൾ എന്നെ വെക്കുന്നതും ഞാൻ പറഞ്ഞതൊക്കെ പറഞ്ഞുണ്ട്. വളരെ സ്പീഡിലാണ് ഞാൻ പറഞ്ഞത്. അത് ആർക്കും കേൾക്കാം. ഏറ്റവും മൂപ്പർ അതൻ കാട്ടിട്ട് മൂപ്പര വകയിൽ വേറൊന്ന്. ഇങ്ങനത്തെ ഒരു ഇബ്ലീസിന്റെ പണിയെടുക്കുന്ന ആള് ഒന്ന് കേട്ടോ, ഒന്ന് വെച്ചോട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ട് ആദ്യം കേൾപ്പിക്കും. എന്റെ മൂപ്പര് വേറെ ഒന്ന് കേൾപ്പിച്ചു. അടുത്തത് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് എന്തറിയോ? മൗലവി ഉള്ളാളം തങ്ങളെ ചീത്ത പറയുന്ന ഇൻഷാള്ള ശേഷം ഞാൻ കേൾപ്പിക്കുന്നുണ്ട്. കാന്തപുര ഉസ്താദ് ഇബ്ലീസാണ് ഇന്നലെ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്.
പിന്നെ അതുപോലെ പലരെ പറ്റിയും പറഞ്ഞു നിന്ന് സമസ്തയിലെ മുഴുവൻ ആലിമുകളും മാനസിക രോഗിയാണെന്ന് ഇന്നലെ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. കണ്ടോ, സമസ്തയിലെ മുഴുവൻ ആലിമുകൾ മാനസിക രോഗിയാന്ന് പറഞ്ഞ് ഞാൻ ഇന്നലെ കേൾപ്പിച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞു. അതിന് മൂപ്പര് പറയുന്ന കേട്ടോളെ അതേ വാചകം കേൾപ്പിച്ചിട്ട് പറയാണ് ഇയാള്. കാന്തപുരം ഉസ്താദ് ഇബ്ലീസാണ് ഞാൻ ഇന്നലെ കേൾപ്പിച്ചിട്ടുണ്ട്. മുഴുവൻ ആലിമീങ്ങളും മാനസിക രോഗികളാണ് ഞാൻ ഇന്നലെ കേൾപ്പിച്ചിട്ടുണ്ട്. കേട്ടാ, പറഞ്ഞെന്നുള്ളത് മൂപ്പരം കെടുത്തു കഴിഞ്ഞു. മുന്നിന്ന് കക്കുന്ന കളവായിരുന്നു, പിന്നെ പിന്നുള്ള കക്കൽ എങ്ങനെയായിരിക്കും? സുബ്ഹാന ജല്ല ജലാൽ. ഈ മൗലവി